എങ്ങനെയാണ് ആൻ്റണി ലാലിൻ്റെ ഒരു ജീവിതത്തിലേക്ക് വരുന്നത്? നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ്. എപ്പോഴായിരുന്നു? ഞാൻ മൂന്നാം മുറ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ആൻ്റണിയെ കാണുന്നത്. നമുക്ക് കാണുമ്പോൾ ചില ആൾക്കാരോടൊരു താല്പര്യം തോന്നുമല്ലോ. ആ താല്പര്യത്തോടുകൂടി ആൻ്റണിയെ ഞാൻ എനിക്കന്ന് അങ്ങനെ കാറ് ഉണ്ട്, പക്ഷേ അതിനൊരു പേഴ്സണൽ ഡ്രൈവർ എന്ന് പറയുന്ന ആളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ചോദിച്ചു, ആൻ്റണി സമ്മതിച്ചു. ആ സമയത്താണ് എൻ്റെ കല്യാണം നടക്കുന്നത്. ഇപ്പോൾ കല്യാണം കഴിച്ചു, ഭാര്യയും ആൻ്റണിയും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ലാൽ എന്ന് പറയുന്ന ആക്ടറെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ലാൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ കാണുന്നത്? ലാൽ സാറിന് നമ്മളിപ്പോൾ നരസിംഹം എന്ന് പറഞ്ഞ സിനിമയാണല്ലോ ഞാൻ ആദ്യമായിട്ട് എടുത്തത്. ആ സിനിമ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ലാൽ സാറ് നമ്മളെ ഒരു സിനിമ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എടുത്തതാണ്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു സിനിമ എടുക്കാനോ, കാര്യം ഈ നിർമ്മാതാക്കളുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ദൂരെ നിന്ന് വളരെ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട്, എനിക്ക് 17 വർഷങ്ങളായിട്ടുണ്ടാവും ലാൽ സാറിൻ്റെ എല്ലാ നിർമ്മാതാക്കളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വളരുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ ശരിക്കും ലാൽ സാറിൻ്റെ ഒരു പിൻബലം, ലാൽ സാറ് നമ്മുടെ പുറകിലുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് സിനിമ എടുക്കാൻ തന്നെ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ സിനിമ എടുക്കില്ല എന്ന് തന്നെ നമുക്ക് എടുക്കുന്നൊരു ചിന്ത പോലും ഉണ്ടാവില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ.